ഗായ്സ്, വെൽക്കം ടു എം സ്ക്വയർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെന്റ് ആണ്. അതും എനിക്ക് സബ്ജക്റ്റിലേക്ക് ഫസ്റ്റ് കിട്ടിയ എക്സ്പെരിമെന്റ് ആണ്. അതും എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഫസ്റ്റ് കിട്ടുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് കൂടെ വന്നത് ഡിയോ ചേട്ടനാണ്. ആദ്യത്തെ പ്രാവശ്യം വന്നത് സൈനി ചേച്ചിയാണ്. അപ്പം കുറെ പേര് ചോദിച്ച് എക്സ്പെരിമെന്റിന്റെ വീഡിയോ ഉണ്ടെന്ന്. അതെല്ലാം എൻ്റെ ഫ്രണ്ട്സും ചോദിച്ചു. എൻ്റെ ഫ്രണ്ട്സിനൊന്നും അവനെ കാണാൻ വരാൻ പറ്റില്ല, കാരണം അവന് സ്കൂളുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ ഈ പരീക്ഷണം അതേ ചെയ്തതോടെ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട് ഗായ്സ്, കാണിച്ചിരുന്നു. ദൈവത്തിന്റെ പടം വളരെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ ഗായ്സ്. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. അതുമല്ലാതെ എല്ലാവരും എൻ്റെ ഒന്ന് ഇച്ചിരി സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. ഞാൻ സബ് ജില്ലയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെയാണ് ഞാൻ എന്നിവിടെ പരിശീലനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് പരിശീലനത്തിലേക്ക് കിടക്കാം. അയ്യോ, ഞാൻ എന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവിധ തരത്തിലുള്ള പ്രകൃതി PhD കേസുകളാണ്. സാധാരണ എല്ലാവരും ക്രിസ്മസ് പേപ്പർ അല്ലെങ്കിൽ ഫിനാസ്റ്ററിൽ എന്നിങ്ങനെയാണ് PhD കേസുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് തികച്ച വ്യത്യസ്തമായ 3 പ്രകൃതിയേറ്റ PhD കേസുകളാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തേത് നമ്മുടെ സ്കൂളുകളിൽ ക്രിസ്മസ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂവല്ലാതെ മറ്റേതൊരു പൂവോ പച്ചക്കറിയോ PhD കേസിലെ എടുക്കാൻ പോകുന്ന പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ്. നമ്മൾ ചുറ്റും വന്ന ശംഖുപൂവും കാട്ടുചെടിയെ കഥകളി. ഈ 3 പൂക്കൾ വെച്ചിട്ടാണ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നാരങ്ങ, വിനാഗിരി, കുടിവെള്ളം, സോഡ സൊല്യൂഷൻ, സോപ്പ് സൊല്യൂഷൻ എന്നിവയാണ് ഞങ്ങൾ ഇന്നത്തെ സൊല്യൂഷനായി കൊണ്ടുവന്നിട്ടുള്ളത്. ഓരോരോ PhD കേസുകളും സൊല്യൂഷനിൽ വരുത്തുന്ന മാറ്റങ്ങൾ കാണാം. ഓരോ സൊല്യൂഷനുകളും ഞാൻ ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ PhD കേസുകളും സൊല്യൂഷനിൽ വരുത്തുന്ന മാറ്റങ്ങൾ കാണാം. ആദ്യമായി ഞാൻ എടുക്കുന്നത് ചെമ്പരത്തിപ്പൂവാണ്. കട്ടി എല്ലാവർക്കും സന്തോഷം. ശംഖുപുഷ്പത്തിന്റെ സൊല്യൂഷൻ ഞാൻ എല്ലാ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് കദളിപ്പൂവിന്റെ സൊല്യൂഷനാണ്. ഈ പരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ആ സെല്ലിന് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്, ബേസിന് ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്. PhD കേസിന്റെ അതേ നിറമാണ് സൊല്യൂഷൻ കിട്ടുന്നത് ന്യൂട്രലാണ്. ശംഖുപൂ, കദളിപ്പൂ ഈ 3 പൂക്കളിലും ആന്തോസയൻ എന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആന്തോസയൻ എന്ന് വെച്ചാൽ ആസിഡ് ബേസ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ചെമ്പരത്തിപ്പൂ PhD കേസിൽ ഉപയോഗിക്കാമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ചുറ്റിട്ട് ശംഖുപൂവും കാട്ടുചെടിയെ കദളിപ്പൂ ഒരു നല്ലൊരു PhD കേസിൽ ഉപയോഗിക്കാമെന്ന് എനിക്ക് ഈ പരീക്ഷണത്തിൽ നിന്നാണ് മനസ്സിലായത്. സാധാരണ യൂണിവേഴ്സൽ PhD കേസിലെ അറിയപ്പെടുന്ന റെഡ് ക്യാബേജ് എന്ന
വെജിറ്റബിൾ ആണ്. എന്നാൽ ഈ വിശേഷണം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ശംഖുപുഷ്പപ്പൂവിനും കാട്ടുചെടിയെ കള്ളിപ്പൂവിനുമാണ്. താങ്ക് യു. നമ്മുടെ വീഡിയോ കാണുന്ന 10% ആൾക്കാരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെയാണ് കാണുന്നത്. അത് നിങ്ങൾക്കൊരു ചെറിയ കാര്യമാണെങ്കിൽ ഞങ്ങൾക്കൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ലൈക്കും സബ്സ്ക്രൈബും അടിച്ചു പറ്റിക്കുക. അടുത്തൊരു വീഡിയോ കാണാൻ. ബൈ ബൈ. സീ യു.